മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ പറയാമോ? എന്താ സംശയം? എത്ര വേണമെങ്കിലും പറയാം അല്ലേ? ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ എത്ര ദുർബലനാണെന്ന് നമുക്ക് തോന്നും. മറ്റ് ജീവികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല. എന്നാൽ മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ മാനിന് കൊമ്പുണ്ട്, പാമ്പിന് വിഷപ്പല്ലുകളുണ്ട്, മുള്ളമ്മന്നിക്ക് പുറത്ത് മുള്ളുകളുണ്ട്, മുതലയ്ക്കാണെങ്കിൽ കട്ടിയുള്ള തോലുണ്ട്, കടുവയ്ക്ക് പല്ലും നഖങ്ങളൊക്കെയുണ്ട്. പല മൃഗങ്ങൾക്കും പ്രതിരോധത്തിനുള്ള സംവിധാനം പ്രകൃതി തന്നെ അതിൻ്റെ ശരീരത്തിൽ ഒരുക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന് പുറമെ അതിവേഗത്തിൽ ഓടാനും പറക്കാനും നീന്താനും ഒക്കെ പല ജീവികൾക്കും പ്രത്യേക കഴിവുകളുണ്ട്. അവയുടെ ശരീരത്തിൽ തന്നെ അതിനുള്ള ചിറകുകളും നീന്തുന്നതിന് അനുയോജ്യമായ ശരീരഭാഗങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ മനുഷ്യനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കൊമ്പുകളോ മൂർച്ചയുള്ള നഖങ്ങളോ ചിറകുകളോ കൂർത്ത പല്ലുകളോ ഒന്നുമില്ല. മറ്റ് മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വേഗതയിൽ മാത്രമേ മനുഷ്യന് ഓടാൻ പോലും സാധിക്കുകയുള്ളൂ. 3000 അല്ലെങ്കിൽ 4000 കിലോ ഭാരമുള്ള ഒരു ആനയ്ക്ക് പോലും മനുഷ്യനേക്കാൾ സ്പീഡിൽ ഓടാൻ പറ്റും. ഇതിനെല്ലാം പുറമെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്തത്ര ദുർബലനായിട്ടാണ് ഓരോ മനുഷ്യക്കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് തന്നെ. ഒരു 10-12 വർഷത്തോളം നീണ്ട അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിന് ശേഷമാണ് ഓരോ മനുഷ്യക്കുഞ്ഞും പൂർണ്ണ വളർച്ചയെത്തുന്നത്. പക്ഷേ മൃഗങ്ങൾ അങ്ങനെയല്ല, അല്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണല്ലേ. മനുഷ്യൻ ദുർബലനാണെന്നും മറ്റു മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയാണെന്നും നമ്മളെല്ലാവരും സമ്മതിക്കും. അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? മനുഷ്യനെ പറ്റി പറയുമ്പോഴൊക്കെ മനുഷ്യനെ നമ്മൾ ഒരു വശത്തും മറ്റ് ജീവജാലങ്ങളെ മുഴുവനും മറുവശത്തും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മനുഷ്യനെ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് ജീവജാലങ്ങളെ മുഴുവനും മറുവശത്തും. മനുഷ്യനും മറ്റു മൃഗങ്ങളും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു മുൻവിധി വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ നമുക്ക് പറ്റുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യനെ തനിച്ച് ഒരു വശത്തും മറ്റു മൃഗങ്ങളെ മുഴുവനും മറുവശത്തും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പോലും ആ ഒരു താരതമ്യത്തിൽ ഒരു അസ്വാഭാവികത നമുക്ക് തോന്നാത്തത്? അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രം തോന്നാത്തത്. കാരണം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ മനുഷ്യരുടെ ആവശ്യമാണ്. മനുഷ്യർ എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തരായിട്ടുള്ളൊരു ജീവി വിഭാഗമാണെന്നും മനുഷ്യനാണ് ജീവികളിൽ വെച്ച് ഏറ്റവും മികച്ചതെന്നും നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മളെ വ്യത്യസ്തരാക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യനും മൃഗങ്ങളും തികച്ചും വ്യത്യസ്തരാണെന്ന് നമ്മൾക്ക് തോന്നുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്ന സമയത്ത് അതിലൊരു പൊരുത്തക്കേട് നമുക്ക് തോന്നാത്തത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യന് കൊമ്പോ കൂർത്ത നഖങ്ങളോ പല്ലുകളോ ചിറകോ ഒന്നുമില്ല. രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന വ്യത്യാസം മനുഷ്യന് വാലില്ല, മൃഗങ്ങൾക്കാണെങ്കിൽ വാലുണ്ട്, അല്ലേ? നമുക്കറിയാം. മൂന്നാമതായിട്ട് പറയാൻ പറ്റുന്ന കാര്യം രാത്രി നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങളുടെ കണ്ണുകൾ ഇരുട്ടത്ത് തിളങ്ങുന്നത് കാണാൻ പറ്റും. എന്നാൽ മനുഷ്യൻ്റെ കണ്ണ് രാത്രി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ തിളങ്ങില്ല. പക്ഷേ മനുഷ്യന് മാത്രമാണോ കൊമ്പില്ലാത്തത്? കൊമ്പില്ലാത്ത ജീവി മനുഷ്യൻ മാത്രമാണോ വിഷപ്പല്ലില്ലാത്തത്? വിഷപ്പല്ലില്ലാത്ത ഒരുപാട് ജീവികൾ വേറെ ഇല്ലേ? മനുഷ്യന് മാത്രമാണോ ചിറകുകളില്ലാത്തത്? മനുഷ്യന് മാത്രമാണോ വാലില്ലാത്തത്? മനുഷ്യൻ്റെ കണ്ണ് മാത്രമാണോ രാത്രി ഇരുട്ടത്ത് ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങാത്തത്? മനുഷ്യന് മാത്രമാണോ ദീർഘമായ ബാല്യകാലം ഉള്ളത്? അല്ല. ഏതെങ്കിലും ഒരു ജീവിയെ മാത്രം എടുത്ത് ഒരു വശത്ത് വെച്ചിട്ട് പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ മുഴുവനും എടുത്ത് മറ്റേ വശത്ത് വെച്ച് താരതമ്യം ചെയ്താൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് മനുഷ്യൻ? മനുഷ്യൻ ഈ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രമാണോ? അതോ നമ്മൾ മനുഷ്യന്മാരെല്ലാവരും കരുതുന്നത് പോലെ മൃഗങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജീവിയോ? ഈ ഭൂമിയിൽ 87 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളുള്ളതിൽ വെറും 15 ലക്ഷത്തോളം ജീവികളെ മാത്രമാണ് ഇതുവരെ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോലുള്ളവരല്ല, അല്ലേ? ഈ 15 ലക്ഷം ജീവികളിൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എത്ര ജീവികളെ തിരിച്ചറിയാൻ കഴിയും? ഒരു 100-200 ഒക്കെ ജീവികളുടെയൊക്കെ പേര് മാത്രമേ നമുക്ക് ചിലപ്പോൾ പറയാനൊക്കെ പറ്റുകയുള്ളൂ, അല്ലേ? ഇതിനെല്ലാം പുറമെ ഓരോ ദിവസവും ഒരു പുതിയ ജീവിയെ ശാസ്ത്രലോകം കണ്ടെത്തുന്നുണ്ട്, അവയ്ക്ക് പേരിടുന്നുണ്ട്. ഒരു ദിവസം ഒന്ന് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ
10,000-ഓളം ജീവികളെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഓരോ വർഷവും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോ വർഷവും 10,000-ഓളം ജീവികൾ പുതിയതായിട്ട് കണ്ടെത്തപ്പെട്ടു. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയാണോ, അതോ മനുഷ്യൻ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ അവയിൽ ഒന്ന് മാത്രമാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലും സാമ്യങ്ങളും ഉണ്ടോ? ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ മനുഷ്യനെയും ഭൂമിയിലുള്ള ജീവികളെയും ഓരോന്നോരോന്നായി എടുത്ത് താരതമ്യം ചെയ്ത് നോക്കണം. മനുഷ്യനെ മൊത്തം ജീവികളുമായിട്ടുള്ള താരതമ്യം ചെയ്തത് മനുഷ്യനെയും മറ്റ് ജീവികളെയും ഓരോന്നോരോന്നായിട്ട് എടുത്ത് താരതമ്യം ചെയ്യണം. എന്നാൽ ഈ ദശലക്ഷക്കണക്കിന് ജീവികളെ മുഴുവനും ഓരോന്നോരോന്നായിട്ട് എടുത്ത് മനസ്സിലാക്കി അവയെ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധി ഉപയോഗിച്ച് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഭാഗമാണ് എന്തിനേയും ഏതിനേയും വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് ഓരോ വിഭാഗങ്ങളായിട്ട് പരസ്പരം താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതി. ഈ ഭൂമിയിലുള്ള 15 ലക്ഷം ജീവികളെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ താരതമ്യം ചെയ്യുന്നത് എളുപ്പമുള്ളതാവും അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് എല്ലാം കൂടെ ഒരു വലിയ കവറിലിട്ടുകൊണ്ടായിരിക്കും. എന്നാൽ അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ സാധനവും, ഈ കവറിലുള്ള ഓരോ സാധനവും അത് വെക്കേണ്ട ഇടങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയി വെക്കാറുണ്ട്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മസാല ഇതെല്ലാം ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് വെക്കുന്നത്. ഓരോന്നും എവിടെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചൈനീസ് മസാല വാങ്ങിക്കൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വന്നാൽ പോലും അത് അടുക്കളയിൽ മറ്റ് മസാലകളുടെ കൂട്ടത്തിലാണ് കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് നമുക്കറിയാം അല്ലേ? ആദ്യമായിട്ട് കാണുന്ന ചൈനീസ് മസാല എന്താണ്, അത് എന്ത് തരം സാധനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന് നമുക്ക് ഈ സോപ്പുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല, പച്ചക്കറികളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ചൈനീസ് മസാല എന്തിനുള്ളതാണെന്നും അത്തരം വസ്തുക്കൾ നമ്മൾ സാധാരണയായിട്ട് എവിടെയാണ് വയ്ക്കാറുള്ളത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് എവിടെ വെക്കണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഒരു ലൈബ്രറിയുടെ കാര്യം എടുത്താൽ, ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നത് പുസ്തകങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചല്ല, പുസ്തകങ്ങളുടെ നിറങ്ങൾക്കനുസരിച്ചല്ല. അവിടെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് വയ്ക്കും, നോവലുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വയ്ക്കും, ശാസ്ത്ര പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് വയ്ക്കും. പുതിയൊരു പുസ്തകം ലൈബ്രറിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വാങ്ങിയ ആ പുതിയ പുസ്തകത്തിൻ്റെ സ്വഭാവവും നിലവിൽ എങ്ങനെയാണ് പുസ്തകങ്ങൾ വച്ചിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പുതിയ പുസ്തകത്തെ ലൈബ്രറിയിലുള്ള ഓരോ പുസ്തകമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്തിനേയും ഏതിനേയും തരംതിരിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് ജന്മനാ കഴിയും. ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് പോലും അതിനുള്ള കഴിവുണ്ട്. ഈ 2 വയസ്സുള്ള കുട്ടികളെ, 2 വയസ്സൊക്കെ കുട്ടികൾക്ക് പ്രായമാവുന്ന സമയത്ത് അവർ ഒരേ നിറങ്ങളിലുള്ള വസ്തുക്കളെ ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ടോയ്സൊക്കെ തരംതിരിച്ച് വെച്ച് കളിക്കുന്നത് കാണാറുണ്ടല്ലേ? പലതരം പക്ഷികളെയും പലതരം പൂച്ചകളെയും 2 വിഭാഗങ്ങളായിട്ട് വളരെ എളുപ്പത്തിൽ തരംതിരിക്കാൻ പറഞ്ഞാൽ അതൊരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ ഈ ഭൂമിയിലെ ഒരുപാട് എണ്ണമില്ലാത്ത അസംഖ്യം ജീവജാലങ്ങളെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവയെ ശാസ്ത്രീയമായിട്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ജീവജാലങ്ങളെ അവയുടെ ശാരീരികമായിട്ടുള്ള, അവരുടെ ബയോളജിക്കലായിട്ടുള്ള ചില പൊതുവായ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. ജീവജാലങ്ങൾക്ക് പേരിടുന്നതിനും അവയെപ്പറ്റി വിവരിക്കുന്നതിനും അവയെ വർഗീകരിക്കുന്നതിനുമുള്ള ശാസ്ത്രമാണ് ടാക്സോണമി. പ്രകൃതിയിൽ ഇതുവരെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ജീവനുള്ള എല്ലാ സസ്യങ്ങളെയും മൃഗങ്ങളെയും സൂക്ഷ്മാണുക്കളെയും ടാക്സോണമി ഉപയോഗിച്ച് പഠിക്കുകയും തരംതിരിക്കുകയും അവയ്ക്ക് പേരിടുകയും ചെയ്തിട്ടുണ്ട്. ടാക്സോണമിയിൽ ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷീസ് എന്നിങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങളെയും വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ പുതിയതായിട്ട് കണ്ടെത്തുന്ന ജീവികളെ ടാക്സോണമിയുടെ നിലവിലുള്ള വിഭാഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവയെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവയെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ നമ്മൾ മസാലക്കൂട്ടുകൾ അടുക്കി വയ്ക്കുന്നത് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ടാക്സോണമിയിൽ ജീവജാലങ്ങളെ അടുക്കി വെച്ചിരിക്കുന്നത്, ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവയെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യനെ ടാക്സോണമി അനുസരിച്ച് എപ്രകാരമാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് ഈ സീരീസിൽ, ഇനി വരാൻ പോകുന്ന വീഡിയോ സീരീസിലെ ഭാഗങ്ങളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്ത് ഓരോ ഉപവിഭാഗങ്ങളുമായിട്ട് തിരിച്ച്
അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഒരു ജീവി എന്ന അർത്ഥത്തിൽ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു ജീവിയാണോ മനുഷ്യൻ, അതോ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിയാണോ? ഇതിനെപ്പറ്റിയാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിലുള്ള പൊതുവായ കാര്യങ്ങളാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പറയുന്ന സമയത്തുണ്ടാകാവുന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് വളരെ അതിന് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോകളും എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒക്കെ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ വിശദമായിട്ട് നമ്മൾ കൂടുതൽ ആഴത്തിൽ അടുത്തുള്ള വീഡിയോയിൽ ഇതിന് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.